നമസ്കാരം, ഞാൻ ലാലഴകം. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ പ്രശസ്തമായൊരു ദേവി ക്ഷേത്ര സന്നിധിയിലാണ്. ആറ്റുകാൽ, പുഞ്ചിറവിള, കരിക്കകം തുടങ്ങിയ ക്ഷേത്രങ്ങൾക്കൊപ്പം തന്നെ ഭക്തമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാക്ഷേത്ര സന്നിധിയാണ് ഉദിയന്നൂർ ദേവി ക്ഷേത്രം. ഇവിടുത്തെ ഈ വർഷത്തെ മഹോത്സവത്തിൻ്റെ ഭാഗമായി, ഈ വർഷത്തേന്ന് മാത്രമല്ല എല്ലാ വർഷത്തെയും ഉത്സവത്തിൻ്റെ ഭാഗമായി ആറാട്ട് കടന്നു പോകുന്നത് PTP അവന്യൂ റോഡ് വഴിയാണ്. അവിടെ PTP അവന്യൂ റോഡിൽ എല്ലാ വർഷവും ദേവിയുടെ ഒരു ഭക്തൻ അമ്മയ്ക്കായിട്ട് നിരവധിയായ കാര്യങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. അത് അന്നദാനം, വസ്ത്രവിതരണം തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ. അത് വിഷ്ണുറാം അസോസിയേറ്റ്സിൻ്റെ നേതൃത്വത്തിൽ വിഷ്ണുറാം ജി അമ്മയുടെ ഒരു തികഞ്ഞ ഭക്തനാണ്. അദ്ദേഹമാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ കാഴ്ചകളൊക്കെ നിങ്ങളിൽ എത്തിക്കുക എന്നതാണ് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം. ആദ്യം നമുക്ക് ഉദിയന്നൂർ അമ്മയുടെ ഐതിഹ്യവും ആചാരവും തുടങ്ങിയിട്ടുള്ള ക്ഷേത്ര വിശേഷങ്ങൾ അറിയാം. അതിനുശേഷം നമുക്ക് PTP അവന്യൂ റോഡിലേക്ക് പോകാം. ക്യാമറമാൻ മഹേഷിനൊപ്പം വരൂ. ഉദിയന്നൂരമ്മേ പതിവായി നിന്നെ തൊഴുതാൽ പുണ്യം തന്നെ, അറിയാതെ എന്നെ ഞാനാക്കും നിന്നെ അറിയുന്ന വാക്കും പൊന്നേ. തിരുനട തുറന്നാൽ അവിടെയൊന്നിരുന്നാൽ അറിയില്ല ഞാനൊന്നും തന്നെ. ഉദിയന്നൂർ ദേവി ക്ഷേത്രത്തിലെ സെക്രട്ടറിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഐതിഹ്യങ്ങൾ, വിശ്വാസങ്ങളൊക്കെ തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത്? വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ പണ്ട് അതായത് ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പ് എന്ന സങ്കല്പം. ഇനി പ്രത്യേകിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകളോ ബാക്കിയുള്ള കാര്യങ്ങളോ അത് വ്യക്തമായിട്ട് പറയുന്നില്ല. എങ്കിലും 1200 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത്, അതായത് ഉദയന്നൂർ ദേവീക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് ഒരമ്മയും ബാലനും താമസിച്ചിരുന്നു. ബാലൻ്റെ പേര് നീലകണ്ഠൻ എന്നായിരുന്നു. ബാലൻ്റെ പേര്. ബാലൻ തൻ്റെ വിദ്യാഭ്യാസം തുടങ്ങിയത് പള്ളിച്ചന്ദ്രയിൽ കേശവരത്താശാൻ എന്ന വ്യക്തിയുടെ കീഴിലായിരുന്നു വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്നത്. കേശവരത്താശാൻ്റെ കുടുംബ സ്വത്തായിരുന്നു ഈ പ്രദേശം എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് ഒരു കുടിലിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് പ്രളയകാലമാണ്, ഭയങ്കരമായിട്ടുള്ള പ്രളയമാണ്. കിളിയാറിങ്ങനെ മതിച്ചൊഴുകി വരുന്ന ഒരു സമയം. ഈ ബാലൻ ഒരു തെങ്ങിൽ കയറി, തേങ്ങയിടാൻ വേണ്ടി തെങ്ങിൽ കയറുന്നു. ആ പ്രളയത്തെ കണ്ട് ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് ഒരു തിരുമുടി ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് ബാലൻ കാണുന്നു. പെട്ടെന്ന് തന്നെ ബാലൻ അതിലേക്ക്, അതായത് ആ നീർച്ചുഴിയിലേക്ക് ഇങ്ങനെ കുത്തി ഒഴുകിപ്പോകുന്ന കിളിയാറിലേക്ക് ബാലൻ എടുത്തു ചാടുന്നു. ആ തിരുമുടി പിടിക്കുന്നു. പിന്നെ ഒരു നീർച്ചുഴിയിലേക്ക് അപ്രത്യക്ഷമായി പോകുന്നു. ഇത് നാട്ടിലെങ്ങും പാട്ടായി, ആപ്പാടെ ദുഃഖമായി. ആൾക്കാരെല്ലാം പലത് പറഞ്ഞു തുടങ്ങി. ഇത് കേശവരത്താശാൻ അറിഞ്ഞു. ബാലൻ്റെ ഗുരുവായിട്ടുള്ള കേശവരത്താശാൻ ആ കാര്യം അറിയുന്നു. അദ്ദേഹം ഓടിച്ചെന്ന് ആ നീർച്ചുഴിയിലേക്ക് ഒരു പിടി തെറ്റിപ്പൂ അർച്ചന നടത്തുന്നു. അർച്ചനയോടെ, അതായത് നാമജപത്തോടെ ഒരു പിടി തെറ്റിപ്പൂ അതിലേക്ക് അർച്ചിക്കുന്നു. പക്ഷേ 7 ദിവസം വരെയും ബാലൻ പ്രത്യക്ഷനായില്ല. 7-ാം ദിവസം ഭാഗ്യത്തിൽ ബാലൻ ആ തിരുമുടിയായിട്ട് പ്രത്യക്ഷനാകുന്നു. വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു കാര്യമായിട്ടാണ് ആൾക്കാർ എന്നെ കണ്ടത്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ സാന്നിധ്യത്തിൽ, കേശവരത്താശാൻ്റെ സാന്നിധ്യത്തിൽ അറയും പുരയും ഉള്ള ഒരു വീടാണ്. അതിലേക്ക് ഈ വിഗ്രഹത്തെ അല്ലെങ്കിൽ തിരുമുടിയെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നു. പ്രതിഷ്ഠിച്ചതിന് ശേഷം പൂജകൾ നടത്തി. അന്ന് കൊടുത്ത വഴിപാടാണ് അടവഴിപാട് എന്ന ഒരു കാര്യം. ഈ അടവഴിപാടിന് ഒരു പ്രത്യേകതയുള്ളത് പച്ചരി, തേങ്ങ, പഴം, ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് അടവഴിപാട് നടത്തുന്നത്. ഇപ്പോഴും ആ വഴിപാട് ഇവിടെ തുടർന്നു വരുന്നു. ഉദയന്നൂർ ദേവീക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അടവഴിപാട്. ഈ അടയ്ക്ക് തന്നെ പ്രത്യേകിച്ചും ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒരടയെന്ന് പറഞ്ഞാൽ 25 അടങ്ങഴി നെല്ല്, 50 തേങ്ങ, 1000 പഴം, ഇത്രയുമാണ് ഒരട. വലിയൊരു അളവാണ് ഒരട എന്ന് പറയുന്നത്.
ഇത്രയും ഉള്ള ഒരു അടയാണ് ഉദയന്നൂർ അട എന്ന് അറിയപ്പെടുന്ന, അതായത് പരക്കെ അറിയപ്പെടുന്ന ഒരെണ്ണം. അതിന്നും വഴിപാടായിട്ട് ആൾക്കാർ നടത്തി വരുന്നു. നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള വഴിപാട് നടത്തുന്ന ഏക ക്ഷേത്രം ഒരുപക്ഷെ മരുതൻകുഴി ഉദയന്നൂർ ദേവി ക്ഷേത്രമായിരിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾ എന്തൊക്കെയാണ്? ഉത്സവമായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ തൃക്കോടി ഏറി കഴിഞ്ഞാൽ പ്രത്യേകിച്ചുള്ള പൂജകൾ, വിശേഷാൽ പൂജകളായിട്ടുള്ളത് കലശാഭിഷേകങ്ങൾ, പുഷ്പാഭിഷേകം, നമ്മളിപ്പോൾ നടത്തുന്ന കാഴ്ച ശ്രീബലി, അൻബലി, നിറപറ തുടങ്ങിയ ഭക്തർക്ക് അവിടെ സമർപ്പിക്കാൻ പറ്റുന്ന വിവിധമായിട്ടുള്ള പൂജകളാണ് നമ്മുടെ ഉത്സവ സമയങ്ങളിൽ ഇവിടെ ഉണ്ടാവും. ഈ ആറാട്ടിന് എവിടേക്കാണ് എഴുന്നള്ളുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ആറാട്ടിന് നമ്മൾ എഴുന്നള്ളുന്നത് കുണ്ടമൻ ഭാഗം ദേവീ ക്ഷേത്രത്തിലേക്കാണ്. കുണ്ടമൻ ഭാഗം ദേവീ ക്ഷേത്രത്തിൽ ചെന്ന് ആ കടവിൽ അവിടെ പ്രത്യേകിച്ച് തയ്യാറാക്കിയിട്ടുള്ള കടവുണ്ട്. കുണ്ടമൻ ഭാഗം ദേവീ ക്ഷേത്രത്തിൻ്റെ അവരുടെ സഹകരണത്തോടെ തന്നെയാണ് അത് ചെയ്യുന്നത്. ആ കടവിൽ ആറാടി തിരിച്ച് വിവിധ സ്ഥലങ്ങളിലുള്ള നിറപറ സമിതികളിൽ ഒരുക്കിയിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രി ഏകദേശം 10-10:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്ഷേത്രത്തിലെത്തും. ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പൂരാഘോഷം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ആ പൂരാഘോഷത്തിലേക്കായിട്ട് അമ്മയെ അവിടെ അവിടെ പൂരാഘോഷത്തിലേക്ക് എഴുന്നള്ളും. അവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു 11:45 ആകുമ്പോഴത്തേക്ക് തൃക്കൊടി ഇറങ്ങുന്ന ചടങ്ങിലേക്ക് ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. ഈ ആറാട്ടിനോടനുബന്ധിച്ച് നമ്മുടെ PTP അവന്യൂ റോഡ് വഴിയാണല്ലോ യാത്ര. അവിടെ ഒരു ദേവീ ഭക്തൻ എല്ലാ വർഷവും വിവിധമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാറുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തുന്നതും തങ്ങളെ കാണുന്നതൊക്കെ. അതിനെക്കുറിച്ച് എന്താണ് തങ്ങളുടെ ഒരു? അത് അടുത്ത കാലത്തായത് വർഷങ്ങളായിട്ട് വിഷ്ണുറാം എന്ന് പറയുന്ന വ്യക്തി, വിഷ്ണുലോകം, ഇപ്പം വിഷ്ണുലോകം എന്ന സ്ഥലത്തെ വിഷ്ണുറാം എന്ന അദ്ദേഹമാണ് PTP അവന്യൂ റോഡ് അലങ്കാരം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ ആറാട്ടിൻ്റെ തലേ ദിവസം, അതായത് 9ാമത്തെ ദിവസം അവിടെ വിവിധ കലാപരിപാടികളും വിവിധമായിട്ടുള്ള അലങ്കാരങ്ങളും ഒക്കെ അവിടെ നടത്താറുണ്ട്. കലാപരിപാടികളെന്ന് മാത്രമല്ല, അവിടെ എത്തുന്ന ഭക്തർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് പ്രത്യേകിച്ച് ഉള്ള ലക്കിടിപ്പ് വഴി അവർക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്യുക, കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്യുക എന്ന് പറഞ്ഞ വിവിധമായിട്ടുള്ള രീതിയിലുള്ള പ്രോഗ്രാമുകൾ അവിടെ സംഘടിപ്പിച്ച് ഉത്സവത്തിന് മികവേകുന്നത് സത്യൽ വിഷ്ണുറാമാണ്. നല്ലൊരു പ്രോഗ്രാമാണ് വിഷ്ണുറാം ചെയ്യുന്നത്. കാരണം ആ പ്രദേശത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകിച്ചും എക്സ്റ്റൻഷൻ, ഒരു മേഖലയായിട്ട് അങ്ങ് മാറുകയാണ് വിഷ്ണുറാമിൻ്റെ പ്രവർത്തനം കൊണ്ട് അവിടെ സംഭവിക്കുന്നത്. ഈ ഉദയന്നൂർ ദേവീ ക്ഷേത്രത്തിലെ പ്രത്യേകിച്ചുള്ള എന്ത് വഴിപാടുകളാണ്? അതായത് ഇന്നത് ചെയ്താൽ സാധാരണ പറയാറുണ്ടല്ലോ, അമ്മയ്ക്ക് ഇന്നത് കൊടുത്താൽ ഇന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? അങ്ങനെ എടുത്തു പറയത്തക്ക അനുഭവങ്ങളുള്ള ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എടുത്തു പറയത്തക്ക അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഉദയന്നൂർ ദേവീ ക്ഷേത്രത്തെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറഞ്ഞാൽ ആൾക്കാർ അംഗീകരിച്ചിരിക്കുന്ന വഴിപാടെന്ന് പറയുന്നത് അടവഴിപാട്. അതിനുശേഷം നടത്തുന്നത് മുഴിക്കാപ്പ് നടത്തുന്നു, കളമെഴുത്തും പാട്ടും നടത്തുന്നു, കുരുതി തർപ്പണം നടത്തുന്നു. പിന്നെ വിശേഷമായിട്ടുള്ള നമ്മൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഉദ്ദിഷ്ടകാരി സിദ്ധി പൂജ, അതായത് ഒരു മലയാള മാസത്തിലെ ആദ്യത്തെയും അവസാനത്തെയും വെള്ളിയാഴ്ച ദിവസം ഉദ്ദിഷ്ടകാരി സിദ്ധി പൂജ ഇവിടെ നടത്തുന്നുണ്ട്. ആയിരക്കണക്കിന് ഭക്തർ ആ ഉദ്ദിഷ്ടകാരി സിദ്ധി പൂജയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. അവിടെ അഭീഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കുന്നു എന്ന വിശ്വാസമാണുള്ളത്. അത് ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട്. അതിൽ നിന്ന് പല ഭക്തരും അവർക്ക് ലഭിച്ചിട്ടുള്ള നന്മകൾ അതായത് ഉദയന്നൂർ ദേവിയുടെ കൃപാകടാക്ഷം എന്ത് എന്ന് പല ആൾക്കാരും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പൂജയ്ക്ക് ഇത്രയും ആൾക്കാരുടെ സാമീപ്യം ഉണ്ടാവുന്നത്. ഉദയന്നൂർ ദേവീ ക്ഷേത്രത്തിലെ അമ്മയെ പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതായിട്ടൊന്നുമില്ല എന്ന ഒരു വിശ്വാസം ഭക്തരിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഉദയന്നൂർ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ശശിധരക്കുറുപ്പാണ് നമ്മളോടൊപ്പം ഈ ചെറിയ വാക്കുകൾ കൊണ്ട് നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം. സമർപ്പിക്കുന്നൊരു ഭക്തനുണ്ട്, വിഷ്ണുറാംജി. അദ്ദേഹത്തെ കാണാനാണ് പ്രധാനമായും നമ്മൾ ഈ